സെപ്റ്റംബർ 9 മുതൽ സെപ്റ്റംബർ 30 വരെ സമ്മാന പെരുമഴ. വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരിവാരക്കുണ്ട് റോഡ്, കാളികാവ് ബ്രാഞ്ച്, സ്കൂൾ പടി, കാപ്പ്. മലയോര ഹൈവേയോടൊപ്പം ചോക്കാട് വിത്തുൽപാദന കേന്ദ്രത്തെ ഉപയോഗപ്പെടുത്തി സായാഹ്ന ടൂറിസം സ്പോട്ടുകൾ ഒരുക്കണമെന്ന ആവശ്യം ഉയർന്നു. നയനമനോഹരമായ നെൽപ്പാടങ്ങളും പശ്ചിമഘട്ടം, ചോക്കാടൻ പുഴയുമെല്ലാം മനം കുളിർക്കുന്ന കാഴ്ചയാണ്. ഞങ്ങളുടെ പ്രതിനിധി ശിഹാബ് മാളിയേക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മലയോര ഹൈവേ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ തേക്ക് മ്യൂസിയം, ഊട്ടി, മൈസൂർ, ബാംഗ്ലൂർ, വയനാട് തുടങ്ങി നിരവധി സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുന്നവരുടെ പ്രധാനപ്പെട്ട പാതയാണ് മലയോര ഹൈവേ. ചോക്കാടങ്ങാടിക്ക് സമീപമുള്ള വിശാലമായി കിടക്കുന്ന വിത്തുൽപാദന കേന്ദ്രവും കിഴക്ക് പശ്ചിമഘട്ടവും ചോക്കാട് പുഴയുമെല്ലാം ഒത്തിണങ്ങിയ പ്രദേശമാണ് ഇവിടെ. മനം കുളിർക്കി കാണുവാനും അല്പനേരം വിശ്രമിക്കാനും എത്തുന്നവർക്കായി ഗ്രാമപഞ്ചായത്തും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളും വ്യാപാരികളും ഒത്തൊരുമിച്ചാൽ വിശ്രമ കേന്ദ്രമായും മിനി ടൂറിസം മേഖലയായും ഇവിടെ വളർത്തിയെടുക്കാൻ കഴിയും. TK കോളനിയും കോട്ടൺ ചോക്കാടൻ മലവാരവും ചിങ്കക്കല്ലുമെല്ലാം ചോക്കാടിന്റെ സമീപ പ്രദേശങ്ങളാണ്. അനൌദ്യോഗിക ടൂറിസം കേന്ദ്രങ്ങളാണ് ഇവയെല്ലാം. ഇതും കൂടി പ്രയോജനപ്പെടുത്തി ഔദ്യോഗിക ടൂറിസം കേന്ദ്രങ്ങളാക്കുകയും ചോക്കാടങ്ങാടിയോട് ചേർന്ന് ഉൽപാദന കേന്ദ്രത്തിന് സമീപത്തെ റോഡിനോട് ചേർന്നും മറ്റും വിശ്രമിക്കാനും അല്പനേരം സ്വര പറഞ്ഞിരിക്കാനുമുള്ള കേന്ദ്രങ്ങളാക്കിയാൽ ചോക്കാടിലെ വ്യാപാര മേഖലയ്ക്കും ഒരു വലിയ കൈത്താങ്ങായി മാറും. ഇത്തരം സംവിധാനങ്ങൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വളർന്നു വരുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നത്. വിത്തുൽപാദന കേന്ദ്രത്തിലെ നെൽപ്പാടങ്ങൾ ചെണ്ടുമല്ലിപ്പൂക്കളും യാത്രക്കാരുടെ മനം കവരുന്ന കാഴ്ചയാണ്. ഇതിലെ കടന്നു വരുന്ന മലയോര ഹൈവേ പൂർത്തിയാകുന്നതോടുകൂടി ചോക്കാടിൻ്റെ രൂപം തന്നെ മാറുകയാണ്. ആ മാറുന്ന രൂപത്തിനനുസരിച്ച് ഇവിടുത്തെ ഈ സ്വീഡ് ഫാമിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല ടൂറിസം ഡെവലപ്മെൻറ്റ് ചെയ്യാൻ ബന്ധപ്പെട്ടവർ, ഗ്രാമപഞ്ചായത്തോ അതുപോലെ വ്യാപാരി വ്യവസായികളടക്കമുള്ളവരൊക്കെ തയ്യാറാവുകയാണെങ്കിൽ അത് ചോക്കാടിൻ്റെ ഒരു വലിയ വളർച്ചയ്ക്ക് കാരണമാകും. പ്രത്യേകിച്ച് ചോക്കാട് TK കോളനി ഇവിടെ അടുത്താണ്. അതുപോലെ തന്നെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ പിടിച്ചു കൊണ്ടുപോയ അദ്ദേഹത്തിൻ്റെ ഒളിത്താവളം ഇവിടുന്ന് വെറും 2 കിലോമീറ്റർ കഷ്ടി ദൂരത്താണ്. ഇങ്ങനെ ഒരുപാട് ചരിത്രപരമായിട്ടും മറ്റും സാധ്യതകളുള്ള ഈ ചോക്കാടിനെ ഈ സ്വീഡ് ഫാമിൻ്റെ ഭംഗി, ഏറ്റവും നയനാനന്ദകരമായ ഈ ഭംഗി കൂടി ഉപയോഗപ്പെടുത്താൻ ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.